വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് അവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന വയോമിത്ര. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹലോ കമ്മ്യൂണിറ്റി റേഡിയോ 90.8 സഹകരണത്തോടെ സാമ്പത്തിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. നിർവഹണം ജോബിഷ് ജോസ്. വയോമിത്ര എപ്പിസോഡ് 18. വയോജനങ്ങളുടെ തിമിര ശസ്ത്രക്രിയയും പോഷകാഹാരവും ഭക്ഷണക്രമീകരണവും. 200 കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളിലൂടെ 10 ഭാഷകളിൽ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നമ്മുടെ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കി വരുന്ന അനേകം പദ്ധതികളെക്കുറിച്ച് ശ്രോതാക്കൾക്ക് അറിവ് നൽകാൻ ഇതിനകം തന്നെ നമുക്ക് കഴിഞ്ഞു. അതെ മോളെ, കാരണം വയോജനങ്ങൾ നമ്മുടെ അഭിമാനമാണ്. നാം അവരെ മറന്നുകൂടാ. അതെ മുത്തശ്ശ, സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം വയോജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്കവരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. തീർച്ചയായും, അവരുടെ ഓർമ്മ പുതുക്കുന്നത് നന്നായിരിക്കും. ആദ്യം മുതിർന്ന പൗരന്മാർക്കായുള്ള സംയോജിത പദ്ധതികളെക്കുറിച്ച് പറയാം. IPSRC വൃദ്ധസദനങ്ങൾക്കും വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾക്കും ഗവൺമെന്റ് ഇതര സംഘടനകളോ സന്നദ്ധ സംഘടനകളോ ഗ്രാന്റ് നൽകുന്ന പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന പദ്ധതി. രണ്ടാമത്തേത് 145667 എന്ന എൽഡർ ലൈൻ നമ്പറാണ്. പ്രായമായവർക്ക് പെൻഷൻ, നിയമപരമായ പ്രശ്നങ്ങൾ, റേഷൻ കാർഡ്, ഭവന പദ്ധതികൾ, ആയുഷ്മാൻ കാർഡ്, പ്രധാനമന്ത്രിയുടെ സാമൂഹ്യ ക്ഷേമനിധി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിൽ നമ്മുടെ വയോജനങ്ങൾ കുറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതുകൊണ്ടാണ് ഇന്നും എൽഡർ ഹെൽപ്പ് ലൈൻ നമ്പർ നിലനിൽക്കുന്നത്. മൂന്നാമത്തേത് ജെറിയാട്രിക് കെയർ ഗിവേഴ്സ് ട്രെയിനിംഗ് പദ്ധതിയാണ്. വയോജന പരിചരണ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതുവഴി ഈ മേഖലയിൽ മികച്ച സേവനം നൽകാനും വിദഗ്ധരായ ഒരു കെയർ ഗിവേഴ്സ് സംഘത്തെ വളർത്താനും കഴിയുന്നുണ്ട്. അടുത്തത് സേജ്, സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ. ഇത് വയോജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ വലിയ സഹായമാകുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി കൂടുതൽ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുമുണ്ട്. അടുത്തത് ദേശീയ വയോശ്രീ യോജനയാണ്. BPL വിഭാഗത്തിൽപ്പെട്ട ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ള വയോജനങ്ങൾക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയാണിത്. ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമനിധിയിൽ നിന്നാണ് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത്. തിമിര ശസ്ത്രക്രിയ പദ്ധതി പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ നേത്ര ശസ്ത്രക്രിയകൾ ആയുഷ്മാൻ ഭാരത് വഴി നടത്തുന്നതാണ് മറ്റൊരു പദ്ധതി. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടിയുള്ള നിയമം ആശ്രിതരില്ലാതെ ജീവിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ, വയോജനങ്ങൾ എന്നിവർക്ക് സംരക്ഷണമൊരുക്കുന്നു. മാതാപിതാക്കൾ എന്നതിൽ ദത്തെടുക്കുന്ന മാതാപിതാക്കളും രണ്ടാനച്ഛന്മാരും രണ്ടാനമ്മമാരും ഒക്കെ ഉൾപ്പെടും കേട്ടോ. നിലവിൽ ഈ സ്കീമുകളൊക്കെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരുമായി ബന്ധപ്പെട്ട മറ്റ് പരിപാടികളും ഈ മന്ത്രാലയത്തിന്റെ കീഴിൽ സംഘടിപ്പിക്കാറുണ്ട്. അതെ, ഇപ്പോൾ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായും പ്രവർത്തിക്കുന്നുണ്ട്. चलो गोता खाएं संगम में, कर तीर्थ स्थावर जंगम में, हर 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 नर नारायण है, यही आदि अंत परायण है, जहाँ गम आलोक
മുത്തശ്ശ, ഇന്ന് മുത്തശ്ശന്റെ കൂട്ടുകാർ വരുന്നില്ലേ? നമുക്കവരെ സ്വീകരിക്കണ്ടേ? പിന്നെ വേണം. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നീ വളരെ ഫാസ്റ്റാണ്. എൻ്റെ സുഹൃത്ത് സുരേഷിനെ സ്വീകരിക്കാൻ ഞാൻ എപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. ഓ, അത് ശരി. കൂട്ടുകാരനെ സ്വീകരിക്കാൻ മുത്തശ്ശൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? മോള് അടുക്കളയിലേക്ക് വരൂ, നമുക്ക് ഒരുമിച്ച് ബാക്കി തയ്യാറെടുപ്പുകൾ നടത്താം. സുരേഷ് ഇപ്പൊ ഇങ്ങെത്തും. ഓ എന്റെ മുത്തശ്ശൻ ഈ അടുക്കളയിൽ എന്തെടുക്കുവാ? മുത്തശ്ശൻ റെഡി ആവുകയാണെന്നാ ഞാൻ വിചാരിച്ചേ. അപ്പോ ദേ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മോളെ ലക്ഷ്മി, ഇന്ന് ഞാൻ നിന്റെ ഈ മുത്തശ്ശനാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത്. നോക്കൂ, സുരേഷിൻ്റെ ഫേവറേറ്റ് വെള്ളയപ്പവും വെജിറ്റബിൾ കുറുമയുമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ മുത്തശ്ശ, ഇത് കൊള്ളാലോ. വളരെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ മുത്തശ്ശൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മുത്തശ്ശന്റെ കൂട്ടുകാരൻ ജിമ്മിലൊക്കെ പോകുന്ന ഒരു ഫിറ്റ്നസ് പ്രേമിയാണെന്ന് തോന്നുന്നല്ലോ. അതെ, നീ ഊഹിച്ചത് വളരെ ശരിയാണ് ലക്ഷ്മി. സുരേഷ് മുൻപ് ഫിറ്റ്നസ് പരിശീലകനായിരുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഫിറ്റ്നസ് ക്ലാസ്സുകളും മറ്റും നൽകുന്നു. ഇന്ന് ഞങ്ങളുടെ ഓൾഡ് ഏജ് ഗ്രൂപ്പിൽ ഫിറ്റ്നസ് ടിപ്പുകൾ തരാനാണ് സുരേഷ് വരുന്നത്. അടിപൊളി. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുത്തച്ഛനെ സൂപ്പർ മുത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. ഫിറ്റ്നസ് എന്നത് എല്ലാ പ്രായത്തിലും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രായമായവർക്ക് അത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. മുത്തച്ഛൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളൂ. ഞാൻ ഈ കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ. ശരി, എല്ലാവരോടും പറഞ്ഞേക്കൂ. പ്രഭാത ഭക്ഷണം കഴിക്കാൻ നമ്മുടെ സ്ഥിരം സ്ഥലത്ത് എത്തണമെന്ന് പറയൂ. ഓക്കെ മുത്തശ്ശ, അവിടെ എത്തുന്നതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കാം. എന്തിനെ കുറിച്ചാ ഞാൻ സംസാരിക്കേണ്ടത്? മുത്തശ്ശ, ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മളിത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡ്രൈവിംഗിലാണ്. ഇതില്ലെങ്കിൽ ജീവിതം ഇരുട്ടിലാവും. എന്താണെന്ന് പറയാമോ? ഓ, നീ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണല്ലോ. നിന്റെ ഈ കുസൃതി ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. കണ്ണ്, അതല്ലേ അതിന്റെ ഉത്തരം? എന്റെ മുത്തശ്ശൻ ഒരു ബുദ്ധിമാൻ തന്നെ. ശരി ഉത്തരമാണ്. അപ്പോ ഞാൻ സംസാരിക്കാൻ വന്നത് നമ്മുടെ കണ്ണുകളെ കുറിച്ചാണ്. വയസ്സാവുമ്പോഴേ മറ്റവയവങ്ങളെ പോലെ നമ്മുടെ കണ്ണുകളും സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. അതെ മോളെ, പ്രായമായവരിൽ കണ്ടുവരുന്ന ഒരു പ്രധാന രോഗമാണ് തിമിരം. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി തിമിര രോഗത്തെ കുറിച്ച് പറയാമോ മോളെ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അടൽ വയോ അഭ്യുദയ യോജന പദ്ധതി പ്രകാരം തിമിരം മൂലം കഷ്ടപ്പെടുന്ന വയോജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പൊ മുത്തശ്ശൻ ചോദിച്ചത്. ശരിയാണ്. അടൽ വയോ അഭ്യുദയ യോജന പ്രകാരം തിമിര ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകുന്ന ഒരു പദ്ധതി സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ഒരു പരിപാടി ഞാൻ മുത്തശ്ശന് കേൾപ്പിച്ചു തരാം. ഇന്ന് നമ്മുടെ വയോജനങ്ങളുടെ സന്തോഷകരവും ആരോഗ്യപ്രദവുമായ ജീവിതത്തിന് സഹായിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പു നൽകുന്ന ആയുഷ്മാൻ ഭാരത് യോജന. മുതിർന്ന പൗരന്മാർക്ക് തികച്ചും സൗജന്യമായ തിമിര ശസ്ത്രക്രിയയും ഈ പദ്ധതിയുടെ ഭാഗമായി നൽകി വരുന്നു. തിമിര രോഗം ബാധിച്ച് ദുരിതത്തിലായ ധാരാളം വയോജനങ്ങൾക്ക് ഈ പദ്ധതി ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. എന്താണ് തിമിരം? കണ്ണിന്റെ ലെൻസ് അധാര്യമാകുന്നത് മൂലം ക്രമേണ കാഴ്ച മങ്ങുന്ന രോഗമാണ് തിമിരം. കണ്ണിന്റെ ലെൻസിൽ മൂടൽ മഞ്ഞു പോലെ ഒരു പാളി രൂപപ്പെടുമ്പോൾ കണ്ണിന്റെ കാഴ്ച വ്യക്തമല്ലാതാവുന്നു. കാണാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. പ്രായമായവരിലാണ് കൂടുതലും ഈ രോഗം കണ്ടുവരുന്നത്. വായന, TV കാണൽ, റോഡിലൂടെയുള്ള നടത്തം, ചെറിയ ചില ജോലികൾ എന്നിവയൊക്കെ ചെയ്യാൻ തിമിര രോഗികൾ വലിയ പ്രയാസം നേരിടുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: തിമിരം എങ്ങനെ ചികിത്സിക്കാം? തിമിര ചികിത്സയുടെ പ്രധാന ഭാഗമാണ് ശസ്ത്രക്രിയ. തിമിരം ബാധിച്ച ലെൻസ് നീക്കം ചെയ്യുകയും പുതിയ ലെൻസ് മാറ്റിവെക്കുകയുമാണ് ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത്. ഇന്ന് ഈ ശസ്ത്രക്രിയ വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ സ്ഥാനം. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നും ഈ പദ്ധതി അറിയപ്പെടുന്നു.
ഈ പദ്ധതിയിലൂടെ ഗവൺമെന്റ് പാവപ്പെട്ട ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പു നൽകുന്നു. ഈ പദ്ധതി അനുസരിച്ച് 100 മില്യൺ കുടുംബങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പു നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലും വയോജനങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ധാരാളം വയോജനങ്ങൾ സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. ശസ്ത്രക്രിയയുടെ മുഴുവൻ ചെലവും സർക്കാരാണ് വഹിക്കുന്നത്. 1 രൂപ പോലും രോഗി നൽകേണ്ടതില്ല. രാജ്യത്തെ ഗവൺമെന്റ് ആശുപത്രികളിലും നഴ്സിംഗ് ഹോമുകളിലും തിമിര ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട്. സെക്ഷൻ 3. ഈ പദ്ധതിയുടെ ഗുണങ്ങൾ എങ്ങനെ നേടാം? നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുമോ തിമിര രോഗബാധിതരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. ഇതിനായി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായി നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രത്തിലെത്തി വിവരങ്ങൾ തേടാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോയി കണ്ണ് പരിശോധിക്കാം. ഡോക്ടർ നിങ്ങളുടെ കണ്ണ് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ തിമിര ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുകയും ചെയ്യും. തിമിര ശസ്ത്രക്രിയ വളരെ സാധാരണവും സുരക്ഷിതവുമായ ഒന്നാണ്. മിക്ക ശസ്ത്രക്രിയകളിലും ഒരു ലോക്കൽ അനസ്തേഷ്യ നൽകാറുണ്ട്. അതായത് രോഗി ഉണർന്നിരുന്നാലും വേദന അനുഭവപ്പെടില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുറച്ച് ദിവസത്തെ വിശ്രമം ഡോക്ടർ നിർദ്ദേശിക്കും. അതിനുശേഷം പതിയെ രോഗിക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. തിമിരം ബാധിച്ചവർക്ക് അവരുടെ കാഴ്ചശക്തി വീണ്ടെടുക്കാനും സാധാരണ ജീവിതം തുടരാനും കഴിയുന്നു എന്നതാണ് ഈ ശസ്ത്രക്രിയയുടെ പ്രയോജനം. പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. അവരുടെ ദൈനംദിന ജോലികൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ചെയ്യാൻ കഴിയുന്നു. ഇനി നമുക്ക് ചില വയോജനങ്ങളുടെ വിജയാനുഭവങ്ങളെക്കുറിച്ച് കേൾക്കാം. പേര് പറഞ്ഞോ? ജോസഫ് തദേവൂസ്. എത്ര വയസ്സുണ്ട്? 68. തിമിര ശസ്ത്രക്രിയ നടത്തിയിട്ട് എത്ര വർഷമായി? ഏകദേശം 1 വർഷം ആകുന്നേ ഉള്ളൂ. 1 വർഷം ആകുന്നു അല്ലേ? കൃത്യമായിട്ട് ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല. 1 വർഷം ആകുന്നേ ഉള്ളൂ. ഈ ശസ്ത്രക്രിയ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താ? ഏത് ഘട്ടത്തിലാ ചെയ്തത് നമ്മള്? അത് എന്റെ ഇടത്തെ കണ്ണിന് കാഴ്ച കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വലത്തെ കണ്ണ് കാഴ്ച അങ്ങ് മങ്ങി. അത് ഞാൻ വയനാട്ടിലിരുന്ന സമയത്തും ഹോസ്പിറ്റലിലൊക്കെ പോയ സമയത്ത് ഒരു തിമിരത്തിന്റെ ആദ്യത്തെ പടിയാണ്. അപ്പൊ ഒന്ന് തിമിരം ഒന്ന് കുറച്ചും കൂടെ ആകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. പക്ഷെ പെട്ടെന്ന് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരേണ്ട ഒരു സാഹചര്യം വന്നപ്പോ ഇവിടെ വന്നപ്പോ എനിക്ക് തീരെ കണ്ണിന് കാഴ്ച അങ്ങ് കുറഞ്ഞു. ഒരു കണ്ണിന് മാത്രമേ കാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. ഒരു കണ്ണ് കാഴ്ച കുറഞ്ഞങ്ങ് വരികയാണ്. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയി. ഗവൺമെന്റ് ഡോക്ടറെ അടുത്താ പോയത്. അവര് പറഞ്ഞു ഇത് തിമിരം കൂടിപ്പോയി, കണ്ണിന് എന്തോ ഒരു ഞരമ്പ് ഒരു പിന്നെ ഇത് ഇച്ചിരി തിക്കായി പോയി എന്നാ പറഞ്ഞത്. നമ്മളിപ്പോ ഈ കൈവെള്ളയിലൊക്കെ ഇങ്ങനെ കഴമ്പ് വന്നാലെങ്കിൽ കഴമ്പെന്നാ അവര് പറഞ്ഞത്. കഴമ്പ് വന്നെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ എന്നോട് അവര് പറഞ്ഞു അധികം താമസിക്കണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് തന്നു. നമ്മൾ പോയി ഓപ്പറേഷൻ ചെയ്യായിരുന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഓപ്പറേഷൻ ചെയ്തത്. നമുക്ക് പൈസ ചെലവ് വല്ലതും വന്നോ ഈ ഓപ്പറേഷൻ ചെയ്തതിന്? പൈസ ഇല്ല. അവര് പറഞ്ഞു പ്രത്യേകിച്ച് പറഞ്ഞു പൈസ ചെലവൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഫ്രീ ആണ്. പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് കണ്ണട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ചെലവും പിന്നെ അവിടെ ഒരാള് നമ്മുടെ കൂടെ ഉണ്ടാവണം അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതിന് വേണ്ട ചില്ലറ സാധനങ്ങൾ മേടിക്കാനുള്ള ചെലവുകളൊക്കെ തന്നെ ഉള്ളൂ. മതി. അതിനുശേഷം നമുക്ക് എങ്ങനെയുണ്ട് കാഴ്ച? ഇപ്പം കാഴ്ച നല്ലോണം ഉണ്ട്. എനിക്ക് കണ്ണട വെക്കേണ്ട ആവശ്യമേ ഇല്ല. ഇല്ലില്ല. കണ്ണട വെച്ചിട്ട് ഞാൻ കണ്ണട വെച്ച് നോക്കുമ്പോ എനിക്ക് ഒരു പ്രശ്നമായിട്ടാ തോന്നുന്നത്. അപ്പൊ ഇപ്പൊ ഇടത്തെ കണ്ണിന് കാഴ്ച കുറഞ്ഞു വന്നുപോയി. ഓപ്പറേഷൻ ചെയ്യുന്ന അവസരത്തില് എനിക്ക് ഇടത്തെ കണ്ണിന് നല്ല കാഴ്ചയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കാഴ്ച കുറഞ്ഞു. അപ്പൊ ഇനിയും ഡോക്ടറെ കാണണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ അത് അന്നത്തെ ഓപ്പറേഷൻ പ്രയോജനപ്പെട്ടു അല്ലേ? അത് നന്നായിട്ട് പ്രയോജനപ്പെട്ടു. എനിക്ക് നന്നായിട്ട് കാണാം. ഞാനിപ്പോ കണ്ണട ഇല്ലാതെ വായിക്കുന്നതൊക്കെ. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രകാരം 60 വയസ്സ് കഴിഞ്ഞ ആൾക്കുള്ള സൗജന്യ ചികിത്സയായിരുന്നു. ആണല്ലേ? അതെ. അതിന്റെ ഭാഗമായിട്ടാണ് ആ ചികിത്സ ബേബിച്ചേട്ടന് സൗജന്യമായിട്ട് കിട്ടിയത്. ശരി. അപ്പൊ അത് പ്രയോജനപ്പെട്ടല്ലോ. നിരവധി വയോജനങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി തിമിര ശസ്ത്രക്രിയ ചെയ്ത് അവരുടെ ജീവിതം സുരക്ഷിതമാക്കിയത്. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് സംസാരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ തിമിര രോഗ ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും തിമിരം ബാധിച്ച് ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ച് അവരെ അറിയിക്കുക. ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തുക.
എല്ലാ വയോജനങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുകയാണ്. കണ്ണുകൾ ശരീരത്തിന്റെ വിളക്കാണ്. ഏറ്റവും ശ്രദ്ധയോടെ കണ്ണുകൾ സംരക്ഷിക്കുക. നന്ദി. മോളെ ലക്ഷ്മി, എത്ര ഉപകാരപ്രദമായാണ് ഈ പരിപാടി നീ പങ്കുവച്ചത്. ഇതാ നമ്മുടെ യാത്ര കഴിഞ്ഞു. നമ്മൾ ഓൾഡ് ഏജ് ക്ലബിൽ എത്തിക്കഴിഞ്ഞു. വയോമിത്ര. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പരിപാടി നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മോടൊപ്പം എൻ്റെ സുഹൃത്ത് സുരേഷ് ഉണ്ട്. സുരേഷ് മുൻപൊരു ഫിറ്റ്നസ് പരിശീലകനായിരുന്നു. ഇന്ന് അദ്ദേഹം നമുക്ക് ചില ഫിറ്റ്നസ് ടിപ്പുകൾ പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ സുരേഷേ, തുടങ്ങിക്കോളൂ. ഭരതനും കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ വാർദ്ധക്യത്തിലാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും ചെറുപ്പമായിരിക്കും. അതിന് ശരിയായ ഭക്ഷണക്രമം പാലിക്കണം. പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം. പതിവായി യോഗയും വ്യായാമവും ചെയ്യണം. ശരിയല്ലേ ഭരത? അത് തന്നെ സുരേഷ് അങ്കിളെ, ശരിയാണ്. നല്ല ഭക്ഷണ രീതി സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്നേ മുത്തശ്ശൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്. അത് സത്യമാണ് മോളെ. നിന്റെ മുത്തച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. പോഷക സമ്പന്നമായ ശരിയായ ഭക്ഷണക്രമം അത് ശീലമാക്കിയാൽ ഏത് പ്രായത്തിലും നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കും. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതായത് ഫ്രഷായ പച്ചക്കറികൾ, പ്രോട്ടീനും ഇരുമ്പും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ, മറ്റ് പോഷക ഘടകങ്ങളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. നിങ്ങൾ പറയുന്നത് ശരിയാണ് സുരേഷേ. പക്ഷെ ഇത്തരം സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. മിക്ക വീടുകളിലും ഭക്ഷണ കാര്യത്തിൽ അത്ര ശ്രദ്ധയുള്ളവരല്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിലൊന്ന് നോക്ക്. എന്നും പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കാൻ മാത്രം സാമ്പത്തിക സ്ഥിതി ഉള്ളവർ എത്ര പേരുണ്ടാവും? അപ്പൊ അവരുടെ കാര്യോ? അതെ അങ്കിളെ, അവർക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് സീനിയർ സിറ്റിസൺസ് ന്യൂട്രീഷൻ ക്യാമ്പയിൻ. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഇത് നടത്തുന്നത്. ഈ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഒന്നാണ് മുതിർന്ന പൗരന്മാർക്കുള്ള സംയോജിത പരിപാടി. ഇത് വയോജനങ്ങൾക്ക് പോഷകാഹാരവും മറ്റ് ആരോഗ്യ സേവനങ്ങളും ഉറപ്പു നൽകുന്നു. മുതിർന്ന പൗരന്മാരുടെ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായി കുറച്ച് ദുർബലരായ മുതിർന്ന പൗരന്മാരുടെ പോഷക ആഹാരപരമായ ആവശ്യങ്ങൾ നിറവേറ്റി അവരുടെ ആരോഗ്യവും ജീവിത നിലവാരവും ഉയർത്തുക എന്നതാണ് ഈ ക്യാമ്പയിനിന്റെ തന്നെ പ്രധാന ലക്ഷ്യം. നമുക്ക് വയസ്സാകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ പോഷക ഘടകങ്ങളുടെ അളവ് കുറഞ്ഞു വരും. ഈ കുറവ് നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കും. അങ്ങനെ പല രോഗങ്ങളും വരാനുള്ള സാധ്യത കൂടും. ശരിയായ പോഷകങ്ങളൊക്കെ കഴിച്ച് എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ് സുരേഷിനെ ഞാനിന്ന് ഇങ്ങോട്ട് വിളിച്ചത്. അതെ, ഞാൻ പറഞ്ഞത് തീർക്കാം. പോഷക സമൃദ്ധമായ ആഹാരം വില കൂടിയതാകണമെന്നില്ല. അത്തരം ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് പാല്, മുട്ട, ഓരോ സീസണിലും ലഭിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പയർ, ധാന്യങ്ങൾ എന്നിവയൊക്കെ. അതെ, ഇന്ന് നമ്മോടൊപ്പം ഒരു ഡയറ്റീഷ്യൻ കൂടിയുണ്ട്. മുതിർന്നവരിൽ എങ്ങനെ പോഷകാഹാരശീലം വളർത്താമെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. നമുക്ക് അദ്ദേഹത്തിന്റെ അഭിമുഖം കേൾക്കാം. ഡയറ്റീഷ്യൻ ജിജി രാജേഷ് സംസാരിക്കുന്നു. അപ്പം നമ്മളൊരു പ്രായം കഴിയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. കാര്യം മുമ്പെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നേരത്തെയുള്ള ഏജ് ഗ്രൂപ്പിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എക്സസൈസ് ഉണ്ടാവും, നമുക്ക് ജോലിയാണ്, അപ്പം നമ്മൾ പല കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞ് നമ്മുടെ ആ ഒരു 50 എബവ് ഒക്കെ വരുമ്പം നമുക്ക് റിട്ടയർമെൻറ്റ് അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ കൂടുതലും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ കുറയും. പിന്നെ നമുക്ക് മാനസികമായിട്ടും നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ മെൻ്റലിയും കുറച്ച് ഡിമ്മായി പോവും. അപ്പോൾ അതല്ല, നമുക്ക് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം. പിന്നെ നമ്മുടെ ഭക്ഷണ രീതി, നമ്മൾ നേരത്തെ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്
എക്സസൈസ് ഉള്ള സമയത്ത്, അതായത് നമുക്ക് ജോലിയുണ്ട്, പല കാര്യങ്ങളുണ്ട്, അപ്പം നമ്മൾ ഫുഡ് ഇൻടേക്ക് കുറച്ച് കൂടുതലാണെങ്കിലും നമ്മുടെ കുറച്ച് എക്സസൈസും നമ്മുടെ നടത്തിയിലൂടെ കുറേയൊക്കെ അങ്ങ് എരിഞ്ഞു പോകുന്നതാണ്. പക്ഷേ നമുക്കൊരു ഏജ് കഴിയുമ്പം നമുക്ക് ദഹനം വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ കഴിക്കാനുള്ളൊരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഫാറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊഴുപ്പ് അടിഞ്ഞ് നമുക്ക് പല അസുഖങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്ന്, നിങ്ങൾ മുഖ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് ഭക്ഷണം തന്നെയാണ്. രണ്ടാമത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള നടത്ത നിർബന്ധം. കാര്യം ഇപ്പോൾ ഒരുപാട് പേർക്ക് അസുഖങ്ങളും, ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരായിരിക്കും, ഷുഗർ ഉള്ളവരായിരിക്കും, അങ്ങനെ പല അസുഖങ്ങളുള്ളവരായിരിക്കും എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുക അങ്ങനെ ചെയ്യരുത്. മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നടക്കുക, ഒരു 15-20 മിനിറ്റ് കുറഞ്ഞത്. അത്യാവശ്യം നമുക്ക് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു 45 മിനിറ്റ് അത് ഡിവൈഡ് ചെയ്ത് രാവിലെയും വൈകിട്ടുമായിട്ട് നടക്കുക. പിന്നെ നമ്മുടെ ചുറ്റും കുറച്ച് ഗാർഡനിങ്, നമുക്ക് വീട്ടിൽ ഒരുപാടുണ്ട്, നമുക്ക് കൃഷി ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻഗേജ്ഡ് ആകുമ്പം നമ്മൾ ഫിസിക്കലി നമ്മൾ നല്ലതായിട്ടിരിക്കും, മാനസികമായിട്ടും നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. രണ്ടാമത് ഭക്ഷണത്തെ പറ്റി. ഭക്ഷണം ഞാൻ പറഞ്ഞു, നമ്മുടെ ദഹനം, അതായത് ഒരു പ്രായം കഴിയുമ്പം ദഹനം വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ പഴയ പോലെ ആഹാരം ഒരുമിച്ചെടുക്കാതെ നമ്മളത് ഡിവൈഡ് ചെയ്തെടുക്കുക. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, അങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പ്രായമാവുന്നവർക്ക് ദഹനത്തിൽ ഒന്നും കൂടെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്കിപ്പോൾ രാവിലെ ഒരു 3 ഇഡലി കഴിക്കുന്നവരാണെന്ന് വിചാരിച്ചോ, അത് നമ്മളെപ്പോഴും ഒരു ഹൈറ്റും വെയ്റ്റും ഒക്കെ അനുസരിച്ച് ഒരു ഡയറ്റ് പ്ലാൻ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ രാവിലത്തെ ഡിവൈഡ് ചെയ്ത്, അതായത് ഇഡലി ഇപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് കഴിക്കുന്നവരായിരിക്കും, അത് 8 മണിക്ക് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 2 ഇഡലി രാവിലെ 8 മണിക്ക് കഴിച്ചിട്ട് ഒരു 9-9:30 ആകുമ്പോൾ ബാക്കി ആ ഒരു ഇഡലിയും കൂടെ കഴിച്ചാൽ നമുക്ക് ദഹനം ഒന്നും കൂടെ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ 9:30 അല്ല 10 ആയാലും മതി. കാര്യം 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ദഹനത്തിന് സഹായിക്കും. ഉച്ചയ്ക്ക് അതേപോലെ തന്നെ ഒരു 12-12:30 ആ ഒരു ടൈമിൽ നമുക്ക് ഫുഡ് എടുക്കാം, ലഞ്ച്. അതും ചോറ് പഴയ പോലെ അങ്ങ് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കാതെ ക്വാണ്ടിറ്റി അളവൊക്കെ ഇത്തിരി കുറയ്ക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ മീൻ കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കുക, പിന്നെ എന്തെങ്കിലും ഒരു സാലഡ്. കാര്യം നമുക്ക് ഈ ഒരു പ്രായത്തിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും പേഷ്യൻസിന്. അപ്പം നമുക്ക് ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ല. അപ്പം കുറച്ച് പ്രായത്തിൽ നമുക്ക് കാണാം പേഷ്യൻസിന് ചിലപ്പോൾ ചവയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർ മലക്കറി ശരിക്കും കഴിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല മലക്കറി നല്ല വേവിച്ച് ഉടച്ച് അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സാമ്പാറിൻ്റെ രൂപത്തിൽ കൊടുക്കാം. പക്ഷേ കിഴങ്ങ് ഒരുപാട് ചേർക്കാതെ ബാക്കി മലക്കറിയൊക്കെ നല്ല വേവിച്ച് ഉടച്ച് കൊടുത്താൽ അത് നമുക്ക് ഫൈബർ കിട്ടുന്നതാണ്. പിന്നെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താം. പിന്നെ ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് കൂടുതലായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അല്ലാത്ത പേഷ്യൻസിന് നമുക്ക് ഡെയിലി ഒരു ചെറുപഴമോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ പപ്പായയൊക്കെ വളരെ നല്ല ഫ്രൂട്ട്സാണ്, ഇതിലേതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പ്രായമുള്ളവർക്ക് കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് നമുക്ക് കാലറി വേണം, പ്രോട്ടീൻ അത്യാവശ്യമാണ്, അതേപോലെ കാൽസ്യം, പിന്നെ മിനറൽസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ഈ മിനറൽസും ഒക്കെ കിട്ടുന്ന നമുക്ക് കൂടുതലും മലക്കറികളിലൂടെയാണ്. പിന്നെ പ്രോട്ടീൻ കിട്ടുന്ന മീൻ. അപ്പോൾ എപ്പോഴും കൊച്ചു മീനുകൾ നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉച്ചയ്ക്കും രാത്രി മീൻ കൊടുക്കണം, നല്ലതാണ്. അല്ല മീൻ കഴിക്കാത്തവരാണെങ്കിൽ പയറ് വർഗ്ഗത്തിൽ വരുന്ന ഏതെങ്കിലും കഴിക്കാം. പിന്നെ പയറ് നമുക്ക് ഒരുപാടങ്ങ് വേണ്ട, കാര്യം ചിലവർക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ കാണും, അങ്ങനെയുള്ളവർക്ക് ലിമിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പ്രോട്ടീൻസ് നമുക്ക് ഈ പ്രായമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് മിനറൽസ്, നമുക്കൊരു ഏജ് കഴിയുമ്പോൾ നമുക്ക് കാണാം എല്ലാവർക്കും മുട്ടുവേദന, കാലുവേദന, അങ്ങനെ തുടങ്ങിയ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് നമുക്ക് ഈ റാഗി വളരെ നല്ലൊരു ഇതാണ്. അപ്പോൾ അതൊരു ചെറുധാന്യത്തിൽ വരുന്നതാണ്. അത് നമുക്ക് കാച്ചി, പക്ഷെ പാലധികം ചേരാതെ, ഷുഗറൊന്നും ഇല്ലേ നമുക്ക് കരിപ്പോട്ടിയും കൂടി ഇട്ട് നമുക്ക് കാച്ചി കൊടുക്കാം. അപ്പോൾ അവർക്ക് അതിലൂടെ അയൺ കിട്ടും, ഇതിൽ പ്രോട്ടീനുണ്ട്, കാൽസ്യം ധാരാളമുണ്ട്. ഏറ്റവും വില കുറഞ്ഞൊരു സംഭവമാണ് ഈ കൂര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ പൂവമാൻസ് മിൽക്ക് എന്ന് അതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് പേഷ്യൻസിന് ധൈര്യമായിട്ട് കൊടുക്കാം. അധികം വിലയാവത്തോ ഇല്ല. അതിൽ കുറച്ച് കരിപ്പോട്ടി ഇട്ട് പാലധികം ചേരാതെ സൂക്ഷിച്ചോണം. കാര്യം ഈ കൊഴുപ്പ് പ്രശ്നമുള്ള പേഷ്യൻസ് കാണും. അപ്പോൾ അവർക്ക് പാലധികം ചേരാതെ ഡെയിലി ഒരു ചെറിയൊരു കപ്പ്, ഒരു 200 ml അത് മതി, അത് ഡെയിലി കാച്ചി അത് നമ്മുടെ ഒരു ഡയറ്റിൻ്റെ ഭാഗമാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോട്ടീന് വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മീനും കൊടുക്കുക. ഇപ്പൊ ഈ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. പക്ഷെ ഭരത, ഇത്തരം സൗകര്യങ്ങളെല്ലാം നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തും?
കാരണം ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. സാമ്പത്തികപരമായും ഞങ്ങളൊന്നും ഉള്ളവരല്ല. തീർച്ചയായും ഇക്കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിനു മുൻപ് മറ്റു ചില വയോജനങ്ങൾ അവരുടെ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മോട് സംസാരിക്കും. നമുക്ക് അതൊന്ന് കേട്ടാലോ? ആയിക്ക പേരെന്ന് പറഞ്ഞോളൂ. അബ്ദുള്ള എന്നാണ് പേരല്ലേ? സ്ഥലം എവിടെയാ? വെള്ളമുണ്ട 10 മൈൽ. എത്ര വയസ്സുണ്ട് ഇപ്പോ? എനിക്ക് 67 കഴിഞ്ഞ്. 67-ാമത്തെ വയസ്സിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ജോലിയൊന്നുമില്ല. വീട്ടിലാണോ? വീട്ടിലാണ്. ജോലി ഉണ്ടായിരുന്നു, അത് റിട്ടയർഡായി. എന്ത് ചെയ്യുമായിരുന്നു? പഞ്ചായത്തിലായിരുന്നു. പഞ്ചായത്തിൽ പൊതുപ്രവർത്തനമായിരുന്നു അല്ലേ? അതെ. അത് ശരി. എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് വയോജന ജീവിതം എങ്ങനെയുണ്ട്? വയോജന ജീവിതം ഇപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നത്. മക്കളെ കുട്ടികളെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് അല്ലേ? അതെ. എവിടെയെങ്കിലും യാത്രകളൊക്കെ പോകാറുണ്ടോ? യാത്ര ഇല്ല. ഞാനിപ്പോ അടുത്ത ആഴ്ച പോകുന്നുണ്ട് വയോജനങ്ങളെയും കൂട്ടിയിട്ട്. ഒരു ദിവസത്തെ ടൂർ യാത്രയുണ്ട്. ഉണ്ടല്ലേ? 25-ാം തീയതി. എങ്ങോട്ടാ പോണേ? അത് വടകര. പിന്നെ പുറം ലോകം കാണാത്ത കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടല്ലോ, പ്രായം ചെയ്യുന്നവരെ, അവരെ കൂട്ടിയിട്ട് ഒരു യാത്രയുണ്ട്. ഇപ്പം അത് സ്പോൺസർ ചെയ്ത് പെരുവണ്ണയുള്ള വള്ളി മീചൂട്ടിയാണ്. അത് ശരി. അപ്പോൾ അവര് പറഞ്ഞ് പരമാവധി ആൾക്കാരൊക്കെ ചേർക്കാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ വയോജനങ്ങള് നല്ല വൈറ്റമിൻസും പോഷകാഹാരങ്ങൾ കഴിക്കേണ്ടതുണ്ട്. അതാ. നമ്മൾ എങ്ങനെയാണ് ഇക്കയുടെ ഒക്കെ ഒരു ജീവിതത്തിലെ ഭക്ഷണ ശൈലിയൊക്കെ എങ്ങനെയാ? ഇവിടെ ഭക്ഷണ ശൈലി എന്ന് വെച്ചാൽ രാവിലെ നാസ്ത കഴിക്കും. അതിന് പുട്ടോ ദോശയോ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാവും. ഇറച്ചിയും മീനൊന്നും അങ്ങനത്തെ പ്രധാനമൊന്നുമില്ല എനിക്ക്. നല്ല ഭക്ഷണം കഴിക്കണം, അത് കൃത്യസമയത്ത് കിട്ടണം. അതാണ് എനിക്കുള്ളത്. അതെ, വളരെ വലിയ പോയിന്റ് ആണ്, വലിയ കാര്യമായിട്ടുള്ള പോയിന്റ് ആണ്. ഭക്ഷണം ചെറുതാണെങ്കിലും കൃത്യസമയത്ത് കഴിക്കാന്നുള്ളത് അല്ലേ? കഴിക്കാന്നുള്ളത്. രാവിലെ നാസ്തക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെടാറുള്ളത് ഭക്ഷണം? രാവിലെ എന്തായാലും കുഴപ്പമില്ല, പുട്ടുണ്ടാവും, ദോശ ഉണ്ടാവും. അത് ഇവരുണ്ടാക്കുന്ന എന്തായാലും അത് കഴിക്കില്ല. നമുക്ക് താല്പര്യമൊന്നുമില്ല. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം ഇത്ര പല പോഷകാഹാരങ്ങളും ഇപ്പോൾ കാലാവസ്ഥ മാറുന്നു, അതുപോലെ ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചില പോഷകങ്ങളുടെ അഭാവം വരുമ്പോൾ പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാറുണ്ടോ? അങ്ങനെ ഇടയ്ക്കൊരു അസുഖം വന്നിരുന്നു. ഇങ്ങനെ ചെറിയൊരു ഷുഗറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ പോയി ടെസ്റ്റ് ചെയ്ത് ഇപ്പം കുറച്ച് കൂടുതലില്ലെങ്കിലും അവര് ഡോക്ടർ പറഞ്ഞ കുറച്ച് കൂടുതലാണ്, ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം ഗുളിക കഴിക്കുന്നത്. ഇപ്പൊ 2 നേരം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് മുതൽ അങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അത് ചില ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും വന്നു. അത് വീട് പണിയും തിരക്കില്ലായതുകൊണ്ട് ഒരുപാട് പണിയുണ്ട്. വെറുതെ വെക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും സാധനം മേടിച്ചിട്ടും വീട്ടിലെ പണി എടുത്തിട്ടൊക്കെ അങ്ങനത്തെ ഒരു ടയർഡ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അസുഖവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചില ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കണം ഈ ഘട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചില ആഹാര സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിക്കാറും ഉണ്ടായി കഴിക്കാറൊക്കെ ഉണ്ടോ? അതിടക്ക് മേടിക്കലുണ്ട്. ഏത് തരത്തിലുള്ള ആഹാരങ്ങളാണ് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്? അത് എന്റെ സ്വന്തം ഇഷ്ടമല്ല. ഇവർക്ക് താല്പര്യം എന്താന്ന് വെച്ചാൽ ചിലപ്പം ബ്രൂസ്റ്റ് വേണമെന്ന് വരും, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു പ്രത്യേക താല്പര്യം എല്ലാവരും ഇഷ്ടപ്രകാരം ഞാനും അങ്ങനെ നടക്കുന്നു മാത്രമേ ഉള്ളൂ. എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ഒന്നും മേടിക്കലും കഴിക്കലൊന്നുമില്ല. പച്ചക്കറിയൊക്കെ ധാരാളം കഴിക്കുമോ? പച്ചക്കറിയൊക്കെ കഴിക്കും. നമ്മൾ നട്ടുണ്ടാക്കുന്ന പച്ചക്കറിയാണോ അതോ കടയിൽ നിന്ന് മേടിക്കുന്നതാണോ? കടയിൽ നിന്ന് മേടിക്കും. ഇപ്പൊ ഞാൻ കുറെ നാട്ടിലുണ്ട്, പച്ചക്കറി ഉണ്ട്. കുറച്ച് തൈകൾ മേടിക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നനക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. പക്ഷെ ഉഷാറായി വരുന്നുണ്ട്. കുറച്ച് മുളക് ഉണ്ടായി പറിക്കൽ തുടങ്ങി. പയറുണ്ടായി, അത് കഴിഞ്ഞു കുറച്ച്. ഇനിയിപ്പോ വെണ്ട ഉണ്ട്, വഴുതന ഉണ്ട്. ബാക്കി ഇതെല്ലാം ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നു. കാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ നട്ടിട്ടുണ്ട്. എല്ലാം വലുതാകുന്നുണ്ട്, ഉഷാറാകുന്നുണ്ട്. ഓക്കെ. പാലും പാലുൽപ്പന്നങ്ങളും അതുപോലെ പയറ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കാറുണ്ടോ? പാൽച്ചായ കുടിക്കാറുണ്ടോ? പാൽച്ചായ കുടിക്കലുണ്ട്. അത് അത്ര നിർബന്ധമൊന്നുമില്ല. പാൽച്ചായ തന്നെ വേണം. ചിലപ്പം കുടിക്കും, ചിലപ്പം വേണ്ടെന്നറിയും, ഇത്രയേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല. വീട്ടിൽ ഉള്ള മറ്റുള്ള ആളുകൾ ഇക്കൈക്ക് കൂടുതൽ പോഷകങ്ങൾ കഴിക്കേണ്ട പ്രായമാണ്, അതുകൊണ്ട് കൂടുതൽ കഴിക്കണം എന്നൊരു ചിന്തയൊക്കെ ഉള്ളവരാണോ? അതൊക്കെ ചിന്തയുള്ള ആൾക്കാർ തന്നെയാണ്. അവർക്ക് നിത്യം പാല് വേണം, പിന്നെ വിറ്റാമിൻസ് ഉള്ള സാധനം വേണം, ഫ്രൂട്ട്സ് വേണം, ഇതൊക്കെ പറയും. എല്ലാം കൊണ്ടുവരുന്നുണ്ട്, ആളുകൾ കഴിക്കലുണ്ട്. എന്തായാലും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും
പയറുവർഗ്ഗങ്ങളും ഒക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് വയോജന കാലഘട്ടം, വാർദ്ധക്യ കാലഘട്ടം പല പോഷകങ്ങളുടെ അഭാവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥ മാറുമ്പോഴും രോഗങ്ങളും പകർച്ചവ്യാധികളൊക്കെ സാധ്യതയുണ്ട്. അതിനെ മുൻകരുതലായിരിക്കുക. നല്ല ഭക്ഷണം, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞത് പ്രധാന പോയിന്റാണ്, സമയത്ത് കഴിക്കുക എന്നുള്ളത്. എന്തായാലും വളരെയധികം നന്ദി. നന്നായി സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ. പേര് ഫാത്തിമ, താമസമുള്ള തന്നെ. ഈ പ്രായത്തില് ഭക്ഷണ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടോ? ഭക്ഷണം ഷുഗർ ഉള്ളതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റൂലല്ലോ. പിന്നെ രാത്രി ചപ്പാത്തി ഇരിക്കണം. പിന്നെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഇതൊന്നുമില്ല. എല്ലാം പച്ചക്കറിയും എല്ലാം കഴിക്കും. പച്ചക്കറിയൊക്കെ ധാരാളം കഴിക്കുന്നുണ്ടോ? പഴവർഗ്ഗങ്ങളൊക്കെ? പഴം പച്ചക്കറിയെല്ലാം കഴിക്കും. പറ്റുന്നെല്ലാം കഴിക്കും. ഷുഗറിന് പറ്റാത്ത കഴിക്കൂല. നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുമ്പം ഡോക്ടർമാർ പറയാറുണ്ടോ വൈറ്റമിൻ കുറവുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകൊണ്ട് ഭക്ഷണം ധാരാളം കഴിക്കണം എന്നൊക്കെ പറയാറുണ്ടോ? കാൽസ്യത്തിന്റെ കുറവാ വരുന്നത്. കാൽസ്യത്തിന്റെ കുറവുണ്ട് അല്ലേ? കാൽസ്യത്തിന്റെ കുറവ് നല്ലോണം ഉണ്ട്. അപ്പൊ പാലുൽപ്പന്നങ്ങളൊക്കെ ധാരാളം കഴിക്കണം. കഴിക്കലുണ്ട്. പാല് പറഞ്ഞിട്ട് ചായ കുടിക്കുക. മറ്റേ ഈത്തപ്പഴം അങ്ങനെയൊക്കെ കഴിക്കാറുണ്ടോ? പക്ഷെ ഈത്തപ്പഴം ഇപ്പൊ ഈ ഷുഗർ വല്ലാണ്ട് ഷുഗർ കൂടുമ്പോൾ ഈ ഷുഗറും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് പല ആഹാരങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും അല്ലേ? ഉപേക്ഷിക്കേണ്ടി വരും. ഷുഗർ ഇപ്പൊ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പം ഗുളിക കഴിക്കുന്നുണ്ട്. 3 നേരം ഗുളിക കഴിക്കുന്നുണ്ട്. ഇൻസുലിൻ വെക്കുന്നുണ്ട്. എത്ര പ്രായം മുതൽ നമുക്ക് ഷുഗർ ഉണ്ടായിരുന്നു? ഷുഗർ വന്നിട്ട് ഇപ്പം 10-12 വർഷമായി. ഒരു ബ്ലീഡിങ് ഉണ്ടായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ബ്ലീഡിങ്ങിന്റെ ഗുളിക, ചില ഗുളികയിലെല്ലാം ഉണ്ടാവും. ഇത് ഞാൻ കഴിച്ചതിന്റെ ശേഷം പിന്നെ അത് പോയില്ല. അത് പിന്നെ ഷുഗർ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ തന്നെ നിന്നു. ആ അസുഖത്തിന് മരുന്ന് കഴിച്ചപ്പോ പിന്നെ ഷുഗർ ആ കൂടെ പിന്നെ വന്നു, പിന്നെ പോയില്ലല്ലേ? പിന്നെ പോയില്ല. അങ്ങനെ ഷുഗർ വരാൻ കാരണം അങ്ങനെ. പിന്നെ അതുമല്ല എല്ലാവർക്കും ഷുഗർ ഉണ്ട്. നമുക്ക് ഉമ്മാക്കുണ്ട്, പാരമ്പര്യ ഘടകം കൂടെ ആണല്ലോ അല്ലെ? അനിയത്തിക്കുണ്ട്, ആങ്ങൾക്കുണ്ട്, അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. ഷുഗർ വരുമ്പം നമ്മള് വ്യായാമം ചെയ്യലോ നടക്കലോ ഒക്കെ ഉണ്ടോ? വ്യായാമം ചിലപ്പോൾ ചെയ്യും. പിന്നെ നടക്കല് പിന്നെ ഡിസ്കിന്റെ പ്രശ്നമുണ്ട്. ഡിസ്കിന്റെ പ്രശ്നമുണ്ടല്ലേ? അതുകൊണ്ട് തന്നെ അധികം നടക്കാനാവില്ല. എന്നാലും കുറേലും നടക്കും. ഇപ്പം പറ്റേ ഒരു 2 മാസമായിട്ട് കുറച്ച് പ്രശ്ന. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഷുഗറെല്ലാം വല്ലാണ്ട് കൂടിയോണ്ട്. സാധാരണ ഗതിയിൽ നമുക്ക് ഇത്തരം അസുഖങ്ങൾ വരുമ്പം കൂടുതൽ പതുക്കെയാണെങ്കിലും ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യണം. പച്ചക്കറികളും പഴങ്ങളും ഷുഗറിനെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ കഴിക്കേണ്ടതുണ്ട്. പക്ഷേ ഷുഗർ കൂടാതെ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാമെന്ന് ഒരു ഡോക്ടറോട് ചോദിച്ചറിയുകയും അത്തരം ഭക്ഷണങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. എന്തായാലും സന്തോഷമായിട്ടിരിക്കും കേട്ടോ. താങ്ക് യു. ഇനി നമുക്ക് എല്ലാവരുടെയും പ്രധാന സംശയത്തിന് ഉത്തരം നൽകാം. സാമ്പത്തികമായി ദുർബലരായവർ എന്തു ചെയ്യും? മുമ്പ് പറഞ്ഞതുപോലെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. അതിലൊന്നാണ് വയോജനങ്ങൾക്കുള്ള സംയോജിത പരിപാടി. ഈ പരിപാടി മുതിർന്ന പൗരന്മാരുടെ പോഷകാഹാരവും മറ്റ് ഭക്ഷണ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി പദ്ധതിയിടുന്നുണ്ട്. വയോജനങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തുള്ളവരിൽ പോഷക ഘടകങ്ങൾ കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് പോഷകാഹാര ക്യാമ്പയിനിന്റെ ലക്ഷ്യം. മുതിർന്ന പൗരന്മാർക്ക് ദിവസവും പോഷക സമൃദ്ധമായ ആഹാരം നൽകി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതെ സുഹൃത്തുക്കളെ, ലക്ഷ്മി കാര്യങ്ങളൊക്കെ വളരെ ശരിയായി തന്നെ പറഞ്ഞു. കൂടാതെ ഈ ക്യാമ്പയിൻ പ്രാദേശിക വിഭവങ്ങളിലുള്ള പോഷകാഹാര പ്രചരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പാൽ, മുട്ട തുടങ്ങിയവ പോഷകാവശ്യങ്ങൾക്കായി തിരഞ്ഞെടുക്കാം. ഈ പദ്ധതി പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വയോജനങ്ങൾക്ക് നല്ല ഫ്രഷായ ഭക്ഷണം ചൂടോടെ ലഭിക്കുന്നു. പോഷകാഹാരം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതോടൊപ്പം ഇത് പ്രദേശത്തെ കർഷകർക്ക് സഹായമാവും. കൂടാതെ ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ മുതിർന്ന പൗരന്മാർക്കും 20 രൂപ പ്രതിദിന അലവൻസും ലഭിക്കും. പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുന്നതിനും മറ്റുമാണ് ഈ തുക ഉപയോഗിക്കേണ്ടത്. ആഹാ, അത് കൊള്ളാം. നമ്മുടെയൊക്കെ വാർദ്ധക്യകാലം സുവർണ കാലമാവുകയാണല്ലോ. അപ്പോ എല്ലാ വയോജനങ്ങൾക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയട്ടെ. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള അടൽ വയോ അഭ്യുദയ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾ കേട്ടത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. നന്ദി.
നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യുദയ യോജന അടിസ്ഥാനമാക്കിയുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹലോ റേഡിയോ 90.8 സാമൂഹിക റേഡിയോ. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുമുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് അവശ്യ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന പരിപാടിയാണ് വയോമിത്ര.